നമ്മളുണ്ടാക്കിയ മയിൽ ചത്തു കേട്ടോ. ഇത് താഴെ വീണ് ഇത് ഈ പരിവായി. ഇതിൻ്റെ തലയാണ്. അയ്യോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊരു 1 കിലോ ഉണ്ടാവും. ഇത് തെർമോക്കോൾ ഇവിടെ ഇത്ര വരെ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ വൈറ്റ് സിമെൻ്റ് ഇല്ലേ, അതാണ്. തലയൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ, ചുണ്ടൊക്കെ പൊട്ടിയോ? ഇതതിൻ്റെ കാലിങ്ങനെയായിരുന്നു, വെൽഡ് ചെയ്ത് വെച്ചായിരുന്നു. കാലിങ്ങനെ വന്നിട്ട് ഇവിടെയൊക്കെ തെർമോക്കോളാണ്. തെർമോക്കോൾ എന്നിട്ട് എന്താ വൈറ്റ് സിമെൻ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയതാ. അതെ, വൈറ്റ് സിമെൻ്റ് കാണുന്നുണ്ട് അതിനകത്ത്. ഇതുണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ കുറച്ച് മുന്നേ ഉണ്ട്. അതിൻ്റെ ബാക്കൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. ഒക്കെ ഒരു സാധാരണ ഒരു മയിലിൻ്റെ പോലെ ഉണ്ട് തോന്നുന്നു. ഇത് മയിൽപ്പീലിയൊക്കെ വെച്ച് ഒട്ടിച്ചതാണ്. ഇത്രയും മയിൽപ്പീലി ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം അല്ലേ. പക്ഷെ നരച്ചുപോയി. ഇത് വെയിലത്ത് വെച്ചിട്ട് നരച്ചുപോയി. ഇപ്പം ഇന്നലെ പെയ്ത മഴയ്ക്ക് കാറ്റടിച്ച് നിലത്ത് വീണാ തോന്നുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെയോ അങ്ങനെയൊക്കെ ആയിരുന്നു അത്. എങ്ങനെയൊക്കെയോ. അപ്പോൾ നമ്മളെ മയിലുണ്ടാക്കിയത് ഈ രൂപത്തിലായി. എത്രയും മയിൽപ്പീലി ഒട്ടിച്ചൊട്ടിച്ച് ഉണ്ടാക്കിയത് കേട്ടോ. ഇത് നമ്മൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അതായത് ഗ്ലൂ ഗണ്ണില്ലേ, ഇത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ഗ്ലൂ ഗണ്ണ് ഒട്ടിച്ചതിൻ്റെ പാട്. ഗ്ലൂ ഗണ്ണ് നമ്മൾ ഇരുത്തി ഒട്ടിച്ച് നല്ല ബലം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും നല്ല ബലമുണ്ട്. പൊട്ടിച്ചാലൊന്നും പോകുന്നില്ല. കാരണം നല്ല ഒരള്ള സ്ഥലത്താണ് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ആക്കിയെടുത്തിരുന്നത്. നല്ല മിനുസല്ലാതെ ആക്കിയെടുത്തിരുന്നു. എങ്ങനെയുണ്ട്? ഇത്രയും മയിൽപ്പീലി 2000 രൂപ എങ്ങാണ്ട് മയിൽപ്പീലി എങ്ങാണ്ട് തോന്നുന്നു അന്ന് ഞാൻ ഇത് ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ കേടുന്ന കലാസൃഷ്ടി ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.